നമസ്കാരം. രാവിലെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലരും സർക്കാർ ഒരു കണക്ക് പറയുന്നു, മന്ത്രി ഒരു കണക്ക് പറയുന്നു, ദേവസ്വം ബോർഡ് മറ്റൊരു കണക്ക് പറയുന്നു. അങ്ങനെ കണക്കുകളുടെ കാര്യത്തിൽ വലിയ പൊരുത്തക്കേടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗം ചേരുന്നുണ്ട്. എന്താണ് യോഗത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനിക്കുക, ഈ ഊരാക്കുടുക്ക് അഴിക്കാൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മറ്റൊന്നാണ്, നമുക്കറിയാം കോടതി വീണ്ടും പരിഗണിക്കുകയാണ് ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൻ്റെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിവിധ സംഘടനകൾ NSSും SNDPയും അടക്കം സർക്കാർ സത്യവാങ്മൂലം തിരുത്തണം എന്നാവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കിയിട്ട് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അയ്യപ്പ സംഘം വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർണായക യോഗം ഇന്ന്. സ്പോൺസർമാരും യോഗത്തിൽ പൊരുത്തക്കേടുകളിലെ പൊരുത്തക്കേടുകൾ തിരുത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൊഴി നൽകാൻ നടൻ ജയറാം ഇന്ന് EDക്ക് മുന്നിൽ എത്തിയേക്കും. തൊണ്ടി മുതൽ കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഉപഹർജിയിൽ ഇടക്കാല ഉത്തരവിന്ന്. ആന്റണി രാജു പ്രതിയായ കേസിൽ വിധി പറയുന്നത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ആദ്യ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മങ്കൂട്ടത്തിലിനെ ഇന്നും ചോദ്യം ചെയ്യും. രാവിലെ 10 മണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. നഗ്നദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയിൽ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുത്തേക്കും. ബംഗ്ലാദേശിൽ BNP സർക്കാർ ഇന്ന് അധികാരമേൽക്കും. പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ ചടങ്ങ് 4 മണിക്ക് പാർലമെന്റ് സമുച്ചയത്തിന്റെ സൗത്ത് പ്ലാസയിൽ. മോദി മാക്രോൺ കൂടിക്കാഴ്ച ഇന്ന്. കൂടിക്കാഴ്ച മുംബൈയിൽ ഫ്രാൻസുമായി പ്രതിരോധമടക്കം വിവിധ മേഖലകളിൽ സഹകരണത്തിന് ഇന്ത്യ. റഫാൽ കരാറിൽ ഒപ്പുവെക്കും. മോദിയുടെ ഇസ്രായേൽ സന്ദർശനം അടുത്തയാഴ്ച. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, ഇതിൽ ചോദ്യം ചെയ്യലിനായി നടൻ ജയറാം ഇന്ന് ED ഓഫീസിൽ ഹാജരായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ജയറാമിനെ ഈ വിഷയത്തിൽ സാക്ഷിയാക്കാനുള്ള നീക്കം EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അന്വേഷിക്കുക എന്നുള്ളതാണ് ED ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. SIT രജിസ്റ്റർ ചെയ്ത കേസിലെ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും ജയറാമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ശബരിമലയിലെ പല സാധനങ്ങളും ജയറാമിൻ്റെ വീട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഇതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ, സാമ്പത്തികമായി അടക്കമുള്ള ഇടപാടുകൾ ജയറാമുമായി ഉണ്ടോ എന്നതൊക്കെ പരിശോധിക്കുന്നുണ്ട് ED. ഏതായാലും ജയറാം ചോദ്യം ചെയ്യലിൽ ഹാജരാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചെയ്യുകയാണ്. നവമി, ഇതിപ്പോൾ ജയറാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ED ഓഫീസിൽ വരും, കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, സംശയമില്ല. മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ED, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തേടുന്നുണ്ടോ ED ജയറാമുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ജയറാമിനെ സംബന്ധിച്ച് ഇന്ന് അധികം ഒരു ആശങ്കയുടെ അവസ്ഥയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ ജയറാം തൻ്റെ ഭാഗം വ്യക്തമാക്കിയതാണ്. താൻ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പരിചയം, താൻ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ, ഇതിലെല്ലാം ഒരു വ്യക്തത നേരത്തെ തന്നെ ജയറാം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചതോടെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയറാമിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊരു സംശയം പോലും ഉയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് SIT അടക്കം ജയറാമിന്റെ വീട്ടിലെത്തി വിശദമായിട്ടുള്ള മൊഴിയെടുത്തിരുന്നു. ആ മൊഴിയിലെല്ലാം ജയറാം പറഞ്ഞത് താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പരിചയം അത് മകരവിളക്കിന്റെ സമയത്ത് അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി ശബരിമലയിൽ പോയപ്പോഴുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുമായിരുന്നു, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണെന്ന് തനിക്ക് അറിവില്ലായിരുന്നു. താൻ ഒരു അയ്യപ്പ ഭക്തനാണ്, എല്ലാ കൊല്ലവും ശബരിമലയിൽ പോകുന്ന വ്യക്തിയാണ്. ആ ഒരു രീതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു സൗഹൃദം വരുന്നു. അതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ശബരിമലയിലെ വസ്തുക്കൾ വീട്ടിൽ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം വരുമെന്ന് തന്നോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിലെത്തി അങ്ങനെ ഒരു പൂജ നടത്താൻ താൻ തയ്യാറായത് എന്നുള്ളൊരു വിശദീകരണമാണ് ജയറാം നൽകിയത്. അതിനപ്പുറത്തേക്ക് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുകൂടി ദിലീപ് SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന രീതിയിലേക്ക്
ഇഡിയും അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ജയറാമിനെ വീണ്ടും അവിടെ ഇഡി ഇന്ന് നോട്ടീസ് അയച്ച് ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. എന്തായാലും ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇഡി പ്രധാനമായും ജയറാമിനെ വിളിച്ചു വരുത്തുക. അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഒരു വലിയ കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയറാമിന് എന്തെങ്കിലും അറിവുണ്ടോ എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാനാണ് ഇഡി ജയറാമിനെ ഇന്ന് ഓഫീസിലേക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ ജയറാം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്തില്ല അല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കില്ല എന്ന് ജയറാം ഇതുവരെയും എവിടെയും പറഞ്ഞതായി കേട്ടിട്ടില്ല. മാധ്യമങ്ങൾ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ചോദ്യങ്ങളുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ജയറാമിനെ സംബന്ധിച്ച് ഇന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തുക എന്നൊരു ഘട്ടം തന്നെയായിരിക്കും ഇഡിയും ഇപ്പോൾ കടക്കുക. ഇന്നലെ എസ് ജയശ്രീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. രാത്രി 7 മണിയോടുകൂടിയാണ് അവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരായതാണ്. നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണവുമായി പൊയ്ക്കോട്ടെ എന്നൊരു തീരുമാനത്തിൽ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയത് ഈ എസ് ജയശ്രീ ആണെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇഡി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും. ഇനി എന്തായാലും കൽപേഷിനെ ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹാജരായിട്ടില്ല. മറ്റൊരു ദിവസത്തേക്കായിരിക്കും ഇനി ഇഡി കത്തയക്കുക. അവിടെ കൂടി ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രഞ്ജിത്ത, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വൈകാതെ ഇഡി നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതായത് ഇപ്പൊ ജയറാമിനെ മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി ആളുകളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. അതും ഈ അയ്യപ്പ ഭക്തരായിട്ടുള്ള അവരുടെയൊക്കെ അയ്യപ്പ ഭക്തിയുടെ ദൗർബല്യമൊക്കെ മുതലെടുത്ത് പലതരത്തിലും ഇടപാടുകൾ നടത്തിയിരുന്നു. അവരുടെ വീടുകളിലെത്തിയിരുന്നു, പൂജകൾ നടത്തിയിരുന്നു. അതൊക്കെ ഇഡിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവരെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചു എന്ന കാര്യം കൂടിയാണ് ഇനി പരിശോധിക്കേണ്ടത്. ഒപ്പം നമുക്കറിയാം ശബരിമലയിൽ സ്വർണം പോലും പലരും നൽകിയത്, കൊടിമരത്തിനും മറ്റും പല നടന്മാരും പ്രമുഖരുമൊക്കെ സ്വർണം നൽകിയതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രേരണയിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ പരിശോധിക്കണം. അങ്ങനെ ജയറാം മാത്രമല്ല, മറ്റാളുകളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഇഡി കാണേണ്ടി വരും, അവരോട് മൊഴിയെടുക്കേണ്ടി വരും. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഇഡി അപ്പോൾ കുറച്ചുകൂടി ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണല്ലേ? ഉറപ്പായും രഞ്ജിത്ത്, ഇതിലെന്തായാലും ഒരു വലിയൊരു സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് തിരിമറി ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് SIT അടക്കം ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇഡി ഒരു പരിശോധനയിലേക്ക് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഒരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കുറ്റം തെളിഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവ് SIT കണ്ടെത്തുകയും ചെയ്തു. അതിനെ സാധൂകരിക്കുന്ന മൊഴികളും ഇതിനോടകം തന്നെ ലഭിക്കുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ ഇഡിയെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് എന്നീ ഘട്ടങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായി കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഇപ്പോൾ ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ മുരാരി ബാബുവിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു, ശ്രീകുമാറിനെ ചോദ്യം ചെയ്തു, ഇപ്പോൾ എസ് ജയശ്രീ ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഇന്നിപ്പോൾ നടൻ ജയറാമും ഹാജരാകുന്നു. ഇതെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ എത്രമാത്രം പങ്കുണ്ട് എന്നത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇഡി ഇവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇനി ഏത് വിധത്തിലാണ്, എപ്പോഴായിരിക്കും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ജയറാം ഹാജരാകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിലെ കുറച്ചുകൂടി വ്യക്തത വരുത്തുവാനും ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ഏതെങ്കിലും വിധത്തിൽ നടന്നിട്ടുണ്ടോ എന്നതിലൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ജയറാമിനെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ജയറാം SITക്കും നേരത്തെ മൊഴി നൽകിയിരുന്നു, സാക്ഷിയായിട്ടാണ് ആ കേസിൽ ജയറാമിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ജയറാമിന് തൻ്റെ ഭാഗം കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇന്ന് ഇഡി ഓഫീസിലേക്ക് എത്തുക. 10 മണിയോടുകൂടി തന്നെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ വീട്ടിലെത്തി പൂജകൾ നടത്തിയ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പവിത്രമായ സാധനങ്ങൾ ഇയാൾ പലപ്പോഴും ഇയാളുടെ കയ്യിലൊക്കെ ദേവസ്വം ഉദ്യോഗസ്ഥർ കൊടുത്തുവിട്ടിട്ടുണ്ട്. ഇതൊക്കെ പല ആളുകളുടെയും അടുത്തെത്തിക്കുക, അവർക്കൊക്കെ വലിയ പുണ്യമാണ് ഇത്തരം സാധനങ്ങൾ, ഇത്തരം പവിത്രമായ കാര്യങ്ങൾ വീടുകളിലെത്തുക എന്നുള്ളത്. അത് ദുരുപയോഗം ചെയ്ത് ഇയാൾ പണമടക്കം വാങ്ങി പല ആളുകളെയും പറ്റിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത്. ഇപ്പോൾ ജയറാമും ഇഡിയുടെ മൊഴിയെടുക്കലിനായി ഇന്നെത്തുമെന്നാണ് നവമി അറിയിക്കുന്നത്.
മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അതും ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേട് ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന് ചേരും. കണക്കുകളിലെ പൊരുത്തക്കേടുകളിൽ വ്യക്തത വരുത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് ആലോചന. നമുക്കറിയാം, ദേവസ്വം ബോർഡിന്റെ കണക്ക് ഒന്ന്, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കണക്ക് മറ്റൊന്ന്, മന്ത്രി പറഞ്ഞ കണക്ക് മറ്റൊന്ന്, നിയമസഭയെ അറിയിച്ചത് വേറൊന്ന്. അങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പമുണ്ടാക്കി ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്ന ഒരു സംഘമായി ആഗോള അയ്യപ്പ സംഗമം മാറിയിരുന്നു. പണം നൽകാനുള്ള വ്യക്തികളെയും സംഘടനകളെയും അടക്കം യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ആകപ്പാടെ ആശയക്കുഴപ്പത്തിലുള്ള ഒരു സംഗതിയാണ്. എന്താണ് കൃത്യമായ കണക്ക് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ല. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കണക്കുകൾ, ഈ കണക്കുകൾ ഹാജരാക്കിയ പല ആളുകളും പറഞ്ഞത് വ്യത്യസ്തമായ കാര്യങ്ങൾ, ഓഡിറ്റർക്ക് സമർപ്പിച്ചതും രേഖകളിൽ കൃത്യതയില്ല. അങ്ങനെ വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം. എന്താണ് യോഗത്തിൻ്റെ ലക്ഷ്യം? ഏത് തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്? അതായത് നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകൾ നടക്കുകയും അതിൻ്റെ സ്പോൺസർമാരെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമം നടക്കുകയൊക്കെ ചെയ്ത PS പ്രശാന്ത് ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കിയതിന് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കാലാവധി നീട്ടി നൽകാനുള്ള സാധ്യത അതോടെ ഇല്ലാതാകുന്നു. അങ്ങനെ PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവിടേക്ക് ഈ വിവാദങ്ങളൊന്ന് തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് K. ജയകുമാറിനെ, മുൻ ചീഫ് സെക്രട്ടറിയെ തന്നെ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കുന്നത്. അതിന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പിന്തുണ ലഭിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം നമുക്കറിയാം. അതിനുശേഷം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എത്ര സ്പോൺസർമാർ ഉണ്ടായിരുന്നു, അവർ എത്ര തുക ഇതിനുവേണ്ടി കൈമാറിയിട്ടുണ്ട്, അതിൽ എത്ര തുക ചെലവഴിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ ചില അഭിപ്രായ പ്രകടനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പലരുടെയും ഭാഗത്തു നിന്ന് വന്ന് നിയമസഭയിലടക്കം കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തതകൾ നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗം ചേരുന്നത്. അതിനുശേഷം ഇന്നത്തെ യോഗത്തിലെ ചർച്ചയാകുന്ന കാര്യങ്ങൾ റിപ്പോർട്ടാക്കി അത് കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. അതായത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ആകെ ലഭിച്ച സംഭാവനയുടെ തുക എത്ര, അതോടൊപ്പം അതിൽ എത്ര ചെലവഴിക്കപ്പെട്ടു. നമുക്കറിയാം, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ബോർഡ് പ്രസിഡന്റിന് പുറമെ ദേവസ്വം മന്ത്രി കൂടിയായ VN വാസവൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് അഡ്വാൻസായി കൈപ്പറ്റിയ തുക, അഡ്വാൻസായി എടുത്ത തുക അത് ബോർഡിൻ്റെ ഫണ്ടിലേക്ക് തന്നെ തിരികെ അപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ മറ്റ് വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ്. പക്ഷേ ചില കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ഇപ്പോഴും അവശേഷിക്കുന്നതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ചില സംശയങ്ങൾ ബാക്കി വെച്ചത്. അതുകൂടി ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ PS പ്രശാന്ത് അധ്യക്ഷനായ ദേവസ്വം ബോർഡ്, പ്രസിഡന്റായ ദേവസ്വം ബോർഡാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിനുശേഷം PS പ്രശാന്ത് മാറിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ബോർഡിനടക്കം ഉത്സാഹം നഷ്ടപ്പെടുന്നു. ഉദ്യോഗസ്ഥർ ഈ വിഷയങ്ങളൊന്നും കാര്യമായി ജാഗ്രതയോടെ ഇടപെടാതിരിക്കുന്ന പശ്ചാത്തലം വരുന്നു. കണക്കുകളിലടക്കം ആ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് ബോർഡിനെയാണ് മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുകയും പേരുദോഷം കേൾപ്പിക്കുകയും ചെയ്തത്. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ഓഡിറ്റ് ചെയ്ത കമ്പനിക്ക് അവരെ എത്ര കുറ്റം പറഞ്ഞാലും അവർക്ക് കൊടുത്ത രേഖകളുണ്ടല്ലോ, അതിലുള്ള ക്രമക്കേടുകൾ, അതിലുള്ള തെറ്റുകൾ. ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻസിനെ കൊണ്ട് ഗാനമേള നടത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് തെറ്റായ കാര്യങ്ങൾ ഓഡിറ്റ് കമ്പനിയെ ഏൽപ്പിച്ചതിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടോ? അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം. ഇതിനെ അത്ര അലസതയോടെ കണ്ടതിൽ അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കൂടി കടക്കേണ്ടി വരില്ലേ ഡാൻ? അതായത് ബോർഡിനെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ SITയുടെ നിരീക്ഷണ വലയത്തിലാണ് ദേവസ്വം ബോർഡ്. അതേസമയമാണ് അവിടെ ED പരിശോധനയ്ക്ക് എത്തുന്നു. അപ്പോൾ ആകപ്പാടെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു സർവൈലൻസിലാണ്. അതായത് ആ ഒരു നിരീക്ഷണം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു ശുഷ്കാന്തിയോടെയുള്ള ഇടപെടലുകളല്ല പിന്നീട് ഈ നടന്നതിന് ശേഷം, ഇത് വിവാദങ്ങളായതിനു ശേഷം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. എന്തായാലും ഇന്നത്തെ ഈ ബോർഡ് യോഗത്തിൽ, നിർണായകമായ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കും. ആർക്കാണ്, എവിടെയാണ് ഈ വീഴ്ച സംഭവിച്ചത്, ഈ കണക്കുകളിൽ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ്, പൊരുത്തക്കേടുകൾക്ക് വഴിവെച്ച പശ്ചാത്തലമെന്ന്, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ വിലയിരുത്തും. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ
ആകെ ലഭിച്ചിരിക്കുന്ന സംഭാവനകളും ആകെ ചിലവായിരിക്കുന്ന തുകയും അതിൽ ബാക്കി വന്നിരിക്കുന്ന തുക എവിടെ, അതിൽ ഒരു കൃത്യത വരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള കണക്കിലേക്ക് എത്തുക, അതിലെ പൊരുത്തപ്പെടുകൾ അത് കൃത്യത വരുത്തുക, അതിനുശേഷം അത് റിപ്പോർട്ടായി കോടതിയെ സമർപ്പിക്കുക എന്നുള്ളൊരു നീക്കമായിരിക്കും നടക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രധാനപ്പെട്ട യോഗം. അതായത് ഈ കണക്കുകളിൽ നേരത്തെ ഉണ്ടായ ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് കണക്കുകളിൽ വ്യക്തത വരുത്തി ഒന്നുകൂടി ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുക, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി സമർപ്പിച്ചൊരു ബില്ലുണ്ടല്ലോ, ഒരു 7.25 കോടി രൂപയോളം വരുന്നത്. ബോർഡിൻ്റെ കണക്കനുസരിച്ച് 4.5 കോടി രൂപയോ മറ്റോ ആണ് ചിലവായി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അധിക തുക ആര് നൽകുമെന്ന കാര്യത്തിലും ഒരു അഭിപ്രായ രൂപീകരണത്തിലെത്തണമല്ലോ. സർക്കാരാണോ, ദേവസ്വം ബോർഡാണോ, അതോ മറ്റു സ്പോൺസർമാരെ കണ്ടെത്തുമോ? അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് ബോർഡിൻ്റെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട്. ഡാൻ, അതായത് ആ തുക ഒരുപക്ഷെ വെട്ടിക്കുറയ്ക്കാൻ പറഞ്ഞേക്കും, അതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ബില്ലിൽ അതിലൊരു കുറവ് വരുത്താൻ അവർ ആവശ്യപ്പെടാനാണ് സാധ്യത ഊരാളുങ്കൽ സൊസൈറ്റിയോട്. കാരണം ഇതൊരു വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതൊരു ദൂർത്തായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതിനോടകം തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ആദ്യഘട്ടം മുതൽ ഉയർന്നു കേട്ടതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയധികം തുക ഏതാണ്ട് 4.5 കോടിയാണ് ചിലവായിരിക്കുന്നതെന്ന് ബോർഡ് പറയുകയും അതിനപ്പുറത്തേക്കുള്ള ഒരു ബില്ല് ഊരാളുങ്കൽ സൊസൈറ്റി സമർപ്പിക്കുകയും ചെയ്താൽ അത് തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന തുക മുഴുവൻ അങ്ങോട്ട് നൽകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് വലിയ വിമർശനങ്ങൾ വീണ്ടും ക്ഷണിച്ചു വരുത്തും. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അതിനിടയിൽ വീണ്ടും ഒരു വിവാദത്തിൽ സർക്കാർ അറിഞ്ഞുകൊണ്ട് കൈവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ അതിൽ അവരോട് അത് ഒരിക്കൽ കൂടി, അതായത് അതിലൊരു നിജപ്പെടുത്തി അത് ആ കണക്കുകൾ സെറ്റിൽ ചെയ്യാനുള്ളൊരു നീക്കം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിലൊരു ധാരണയിലെത്തും. അപ്പോൾ മാത്രമേ ഇതൊരു വ്യക്തത കൈവരികയുള്ളൂ, ഏത് തരത്തിലായിരിക്കും ഇത് പൂർത്തിയാക്കുക എന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്. നമുക്കറിയാം, കണക്കുകളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്, കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്, നേരിട്ടുള്ള മേൽനോട്ടമുണ്ട്. ഇനിയൊരു കുഴപ്പം വരാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഭഗീരഥ പ്രയത്നം നടത്തിയാൽ മാത്രമേ ഈ നാണക്കേടിൽ നിന്ന് കരകയറാനാവൂ എന്നുള്ള ബോധ്യം ദേവസ്വം ബോർഡിനും സർക്കാരിനും മറ്റുമുണ്ട്. അതടക്കമുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഇന്നുണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റൊന്ന്, രാഹുൽ മങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ലൈംഗികാരോപണ കേസ്. ആകെ 3 കേസുകളുണ്ട്. ഇതിൽ ആദ്യ ലൈംഗിക പീഡന പരാതിയിൽ പ്രത്യേക സംഘത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഇന്നലെ തുടർച്ചയായ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് രാഹുലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേക സംഘം 4 മണിക്കൂറിലേറെ രാഹുലിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നൊരു ആരോപണമുണ്ട്. തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് യുവതിയുടെ പരാതി. ഇവിടെ എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുലിൻ്റെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തും. 3 ദിവസത്തേക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹൈക്കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണങ്ങൾ തള്ളി ഫിലിപ്പ് മമ്പാടിൻ്റെ കുടുംബം രംഗത്ത്. കേസ് നടത്തുന്നതും ഫിലിപ്പ് മമ്പാടിൻ്റെ നിരപരാധിത്വം കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ പോരാട്ടം നടത്തുന്നതുമെല്ലാം കുടുംബം തന്നെയാണെന്നാണ് ഭാര്യ ഇസ എന്ന ഡോളി ന്യൂസ് 8നോട് പറഞ്ഞത്. കേസ് ആസൂത്രിതമാണെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഫിലിപ്പ് മമ്പാടിന് ജാമ്യത്തിനായി ശ്രമിക്കുകയാണ് എന്നും കേസ് കോടതിക്ക് മുൻപിലായതിനാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അഭിഭാഷകൻ അഡ്വക്കേറ്റ് KV യാസിറും പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രചാരകനും മോട്ടിവേറ്ററുമായ മുൻ പോലീസുകാരൻ ഫിലിപ്പ് മമ്പാടിൻ്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്, അത്തരത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസ എന്ന ഡോളി, മകൾ അമേയ, ഒപ്പം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണോ നൽകുന്നത്? അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല.
കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെയാണ്. കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റു പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്താ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിഭാഷകൻ ശ്രീ യാസിർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കേസിന്റെ നിലവിലൊരു അവസ്ഥ? പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെയില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇപ്പം നമുക്ക് ഈ കേസിൻ്റെ തുടക്കം തൊട്ട് ഇതിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും, ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും കുടുംബമാണ്. അപ്പോൾ അവർ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നിലവിൽ? കേസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള രൂപത്തിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഇവരുടെ കുടുംബമൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തെളിയിക്കാൻ അതിൻ്റെ മാക്സിമം പരമാവധി നമ്മൾ ശ്രമിക്കും. ഈ പല പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കൾ ഫിലിപ്പ് സാറിൻ്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിൽ ആരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും. അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നമില്ലെങ്കിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഈ കേസ് ആസൂത്രിതമാണ് അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ട് പരാതിയെ കുറിച്ച്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. കോടതിയുടെ മുമ്പിലിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ കഴിയുകയില്ല. പക്ഷേ കുടുംബം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അതല്ലാതെയുള്ള പ്രചാരണങ്ങൾ പച്ചക്കള്ളമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അഭിഭാഷകനും വ്യക്തമാക്കുന്നത്. അഖിൽ വോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. അനുമോദാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം ചേർന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഇന്നലെയും 4 മണിക്കൂറോളം രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു, നമ്മൾ കണ്ടതാണ്. രാഹുൽ പൂർണ്ണമായി സഹകരിക്കുമെന്ന് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. 3 ദിവസം ചോദ്യം ചെയ്യാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യനുണ്ട്. ഡാന്, ആദ്യ ലൈംഗിക പീഡന പരാതിയിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മറ്റ് 2 പരാതികൾ കൂടിയുണ്ട്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്? ഇന്ന് അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പടക്കം ഉണ്ടാകുമോ? കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പരാതിക്കാരിയുടെ പക്കൽ നിന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കൈപ്പറ്റിയതാണ്. അതിനുശേഷമാണ് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത്. അവിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് ഉപാധികളോടെ ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസം, അതായത് ഇന്നലെയും ഇന്നും നാളെയുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വിശദമായ ചോദ്യം ചെയ്യലാണ്. ഏതാണ്ട് 4 മണിക്കൂറിലേറെ ഉദ്യോഗസ്ഥർക്ക് രാഹുലിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കമാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകളടക്കം രാഹുൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് കോടതിയിൽ നേരത്തെ ഇത് തന്നെ രാഹുൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിച്ചതാണ്. അതേസമയം തൻ്റെ നഗ്നദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് പരാതിക്കാരിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെടുത്താനുള്ള നീക്കം നേരത്തെ തന്നെ നടത്തിയതാണ്. പക്ഷേ അതിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. പക്ഷേ കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. പാസ്പോർട്ടും അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെ പാസ്വേഡും സ്മാർട്ട് ഫോണും അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ആ ഫോണിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, അവരുടെ ഈ വാട്സാപ്പ് ചാറ്റുകൾ അടക്കം വീണ്ടെടുക്കാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം നടന്നുവെന്ന് പറയുന്നത് തൃക്കണ്ണാപുരത്തെ ഒരു ഫ്ലാറ്റിൽ വെച്ചാണ്. ഫ്ലാറ്റിലെത്തിച്ച് ഇന്നലെ തന്നെ തെളിവെടുപ്പ് നടത്തിയേക്കും എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സമയപരിധി കഴിഞ്ഞതിനാൽ അത്തരത്തിലൊരു നീക്കമുണ്ടായില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് അത്തരത്തിൽ തെളിവെടുപ്പിനായി തൃക്കണ്ണാപുരത്തെ ഫ്ലാറ്റിലേക്ക് രാഹുലിനെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രഹസ്യമായിട്ടാണ് ഇന്നലെ രാഹുൽ എത്തിയതെങ്കിലും പിന്നീട് അത് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തരത്തിൽ മാധ്യമങ്ങൾ പിന്തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഏത് തരത്തിലായിരിക്കും
അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. എന്തായാലും ഈ നാളെ കൂടി ഒരു ദിവസം കൂടി ശേഷിക്കുന്നതിനാൽ ഈ ശേഷി പരിശോധനയും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് ഈ രണ്ട് നടപടിക്രമങ്ങൾ പുറത്ത് പൂർത്തിയാക്കാനുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് തന്നെ മുഴുവനായി പൂർത്തീകരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് തെളിവെടുപ്പോ അല്ലെങ്കിൽ ഈ പരിശോധനയോ ഒന്ന് നാളത്തേക്ക് മാറ്റിവെക്കാനൊക്കെയുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്താണ് കസ്റ്റഡിക്ക് സമാനമായ തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ തുടരുന്നു. നമുക്കറിയാം കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. കോടതിയുടെ ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. രാഹുൽ കേസിൽ 3 കേസുകൾ, നേരത്തെ പറഞ്ഞ 3 കേസുകളുണ്ട്. ഇതിൽ ആദ്യ കേസിലാണ് ഇപ്പോൾ തെളിവുകൾ ശേഖരിക്കാനും ചോദ്യം ചെയ്യലും മറ്റും നടക്കുന്നത്. ഈ തൃക്കണ്ണാപുരത്തെ ഫ്ലാറ്റ് ഒരു പ്രധാന സ്ഥലമാണ്. അപ്പോൾ പാലക്കാട്ടെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടു ആരോപണമുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും വെച്ചും ഇത് പീഡനം നടന്നു എന്നാണ് ഈ പരാതിക്കാരിയുടെ ആദ്യത്തെ കേസിലെ പരാതിക്കാരിയുടെ വാദം. ഒപ്പം മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ നമുക്ക് മുന്നിലൊക്കെ വന്ന തെളിവുകളൊക്കെ ഉണ്ട്. ഇതിലും പരിശോധന വേണം. ഈ 3 ദിവസം കൊണ്ട് തീരാനുള്ള സാഹചര്യമുണ്ടോ, അതോ ഇനി കൂടുതൽ കസ്റ്റഡി വേണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ വേണമെന്ന് SIT ആവശ്യപ്പെടാനുള്ള സാഹചര്യമുണ്ടോ? എങ്ങനെയാണ് അവരുടെ നീക്കം, ഡാൻ? അതായത് തുടർച്ചയായി 3 ദിവസം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനാണ് കോടതിയുടെ നിർദ്ദേശം. പിന്നീട് കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന മുൻ നിശ്ചയപ്രകാരമുള്ള ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ എന്നാണ്. ആ ദിവസങ്ങളിലൊക്കെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം. അവർ പറയുന്ന സ്ഥലത്തെത്തണം. അതായത് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാമെന്ന ഉറപ്പിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് രാഹുലിന് ഹാജരാകേണ്ടി വരും. അങ്ങനെ ഹാജരാകുന്നതിലൂടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് പരിശോധന നടത്തണമെങ്കിൽ അങ്ങനെ, അതല്ല മറ്റ് സാധ്യതകളാണ് തേടുന്നതെങ്കിൽ അങ്ങനെ, അതിലൊരു വ്യക്തത കൈവരും. എന്തായാലും തൃക്കണ്ണപുരത്തെ ഫ്ലാറ്റിൽ പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം അത് ഈ കുറ്റകൃത്യത്തിൻ്റെ പ്ലേസ് ഓഫ് ഒക്കറൻസ് ആയാണ് FIR പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പ്രതിയുമായി എത്തി തെളിവെടുപ്പ് നടത്തുക എന്നത് നടപടിക്രമമാണ്. അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ ആ നീക്കം ഉണ്ടായേക്കും എന്നുള്ള സൂചന ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അത്തരത്തിൽ തെളിവെടുപ്പിനെ കൊണ്ടുപോയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ രഹസ്യമായി കൊണ്ടുപോകാനായിരിക്കാം. അതല്ല എങ്കിൽ ഇത്തരത്തിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പോ തെളിവെടുപ്പിന് എത്തിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും പരമാവധി തെളിവുകൾ ശേഖരിക്കുക. ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് അടക്കം ലാപ്ടോപ്പും നേരത്തെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം നടന്നിരുന്നു. പക്ഷേ അത് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാവും. മാത്രവുമല്ല നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖകൾ, അതിൻ്റെ ആധികാരികത കൂടി പരിശോധിക്കാനുള്ളൊരു ശ്രമം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവായി കോടതിയിൽ സമർപ്പിക്കാനുള്ളൊരു നീക്കം കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതായത് ഭീഷണിപ്പെടുത്താനുള്ളൊരു നീക്കം, ഗർഭചിത്രം നടത്തുന്നതിനായി ഭീഷണിപ്പെടുത്താനുള്ള നീക്കം രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖകളാണ് പ്രചരിച്ചത്. അതിൻ്റെ ആധികാരികത ഉറപ്പാക്കിയാൽ അത് കൃത്യമായി തന്നെ കോടതിയിൽ സമർപ്പിക്കുക എന്നത് അന്വേഷണ സംഘത്തിന് മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട കടമ്പയാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങളും ഇതിനോട് അനുബന്ധിച്ച് തന്നെ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ തന്നെയാകും ഇന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യൽ നടക്കുക. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്ത ഇന്ന് ആന്റണി രാജുവുമായി ബന്ധപ്പെട്ടാണ്. ആന്റണി രാജുവിനും വളരെ നിർണായകമായ ഒരു ദിവസമാണെന്ന്. തൊണ്ടി മുതൽ മോഷണ കേസിൽ കുറ്റക്കാരൻ ആക്കിയ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിൻ്റെ ഹർജിയിൽ ഇന്ന് കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. തൊണ്ടി മുതൽ മോഷണ കേസിൽ 2 വർഷത്തേക്കാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചത്. ഇതോടെ MLA സ്ഥാനത്ത് നിന്ന് ആന്റണി രാജുവിനെ അയോഗ്യനാക്കുകയും ചെയ്തിരുന്നു. തിരിച്ചുവരിക, രാഷ്ട്രീയ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ തിരിച്ചുവരിക എന്നുള്ളത് ആന്റണി രാജുവിന് നിർണായകമാണ്. ഈ കേസ്, ഈ കോടതി വിധി കൂടി പ്രതികൂലമായാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വരും, പൊതുജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ആന്റണി രാജു എന്ന മുൻ ഗതാഗത മന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. CBSE 10-12 ബോർഡ് പരീക്ഷകൾ ഇന്ന് പരീക്ഷ എഴുതുന്നത് കഴിയുന്ന ഏതൊരു ബൗദ്ധിക ജോലിയും അതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ഒന്നായിരിക്കും. ഇത് സംഭവിക്കുന്നതോടെ മനുഷ്യൻ ചെയ്യുന്ന ജോലികളിൽ ബഹുഭൂരിപക്ഷവും യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യം സംജാതമാകും. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ജോലികളായിരിക്കും ഇതിൽ ആദ്യം ഇല്ലാതാകുകയെന്നും തുടർന്ന് റോബോട്ടിക്സ് രംഗത്തെ മുന്നേറ്റങ്ങൾ
ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർമാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് പാർലമെന്റ് സമുച്ചയത്തിന്റെ സൗത്ത് പ്ലാസയിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പുതിയ ക്യാബിനറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാകും പങ്കെടുക്കുക. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, നമുക്കറിയാം നിരവധി രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നുപോയ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഇപ്പോഴും കടന്നുപോകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരുന്നു. നാടുകടത്തപ്പെടുന്ന നിരവധി നേതാക്കളുണ്ടാകുന്നു. അഴിമതി ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അവിടെ നിന്ന് സ്ഥിരതയാർന്ന ഒരു സർക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് താരിഖ് റഹ്മാന്റെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ഒരു കടമ്പ. അതിനുള്ള ഭൂരിപക്ഷവും ജനം നൽകിയിട്ടുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? വലിയൊരു വിജയം താരിഖ് റഹ്മാൻ ഇപ്പോൾ ഉണ്ടായെങ്കിലും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു 2024 കലാപത്തിന് ശേഷം സാമ്പത്തികമായും അതുപോലെ തന്നെ അവിടെ ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലും തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തെ പൂജ്യത്തിൽ നിന്ന് പടുത്തുയർത്തുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ കാണുമ്പോൾ അതിന് കഴിയും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് എംപിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഈ എംപിമാരിൽ ഈ BNPയുടെ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 297-ൽ 209 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ 209 പേരും രാവിലെ 10 മണിക്ക് ജാതീയ സൻസദ് ഭവൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിർവഹിക്കും. ഈ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള AMM നാസിറുദ്ദീനാണ്. അതിനുശേഷം രാവിലെ 11:30 BNPയുടെ ഒരു പാർലമെൻ്ററി മീറ്റിംഗ് അത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ 11:30 പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗിൽ വെച്ചായിരിക്കും BNP അവരുടെ നേതാവിനെയും അതുപോലെ തന്നെ മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുക. ഈ നേതാവിനെ ആയിരിക്കും ബംഗ്ലാദേശ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി പിന്നീട് ക്ഷണിക്കുക. തീർച്ചയായിട്ടും അവർ താരിഖ് റഹ്മാനെ തന്നെയായിരിക്കും തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കുക. പിന്നീട് ക്യാബിനറ്റ് അംഗങ്ങളെയും ഈ 11:30 യോഗത്തിൽ തന്നെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് ഈ ക്യാബിനറ്റ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായിട്ടുള്ള താരിഖ് റഹ്മാൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശ് പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷഹാബുദ്ദീനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. വൈകുന്നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ബംഗാ ഭവൻ എന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ വസതിയിൽ വെച്ചാണ് സാധാരണ ബംഗ്ലാദേശിലുള്ള പ്രധാനമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ പാർലമെന്റിന്റെ സൗത്ത് പ്ലാസയിൽ വെച്ചാണ് നിലവിൽ ഈ താരിഖ് റഹ്മാന്റെയും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാകും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തുന്നതിനാൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഓം ബിർള പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന് പുറമെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രി, അതുപോലെ തന്നെ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ഇക്ബാൽ കുമാർ സിംഗ് ഇവരും ഇതിന് പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല ചൈന, അതുപോലെ തന്നെ സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി, UAE, ഖത്തർ, മലേഷ്യ, ശ്രീലങ്ക, നേപ്പാൾ, മാലദ്വീപ് ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലെയും തലവന്മാരെയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മൊത്തം ആഭ്യന്തര അതിഥികളും അതുപോലെ തന്നെ ബംഗ്ലാദേശിന് പുറത്തുള്ള വ്യക്തികളും കൂടി ചേർത്ത് 1200 പേർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കാളികളാകും എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ബംഗ്ലാദേശിന്റെ പുതുയുഗ പിറവിയാണ്. സത്യപ്രതിജ്ഞ പാർലമെന്റ് സമുച്ചയത്തിൽ ഉണ്ടാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വിവരം. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി. ഇന്നലെ രാത്രിയാണ് അദ്ദേഹവും ഫസ്റ്റ് ലേഡി ബ്രിജിറ്റ് മാക്രോണും മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ഇരുവരെയും മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ ദേവവ്രത് സ്വീകരിച്ചു. ഒപ്പം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഒപ്പമുണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയുണ്ട്. റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ കരാറിലുൾപ്പെടെ ഇന്ന് ഒപ്പിടാനാണ് സാധ്യത. അജയ് സുധാ ബിജു ആണ് ചേരുന്നത്. അജയ് സുധാ ബിജു, 1 2 114 റഫാൽ വിമാനങ്ങളാണ്. അതിൽ ഭൂരിഭാഗവും തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാങ്കേതിക വിദ്യ അടക്കം ഇന്ത്യക്ക് കൈമാറുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത വിധമാണത്. ഇത്തരം റഫാലിൻ്റെയൊക്കെ ആധുനിക വിമാനങ്ങളുടെയൊക്കെ സാങ്കേതിക വിദ്യ കൈമാറാൻ മടിച്ചു നിന്ന രാജ്യമാണ് ഫ്രാൻസ്, നമുക്കറിയാം. അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ അടക്കം കൈമാറുകയും ഇന്ത്യയെ വിശ്വാസമെടുക്കുകയും ചെയ്യുകയാണ്. ചരിത്രപരമായ ഒരു സന്ദർശനമാണെന്ന് വിശേഷിപ്പിക്കാം.
തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇതിൽ സാങ്കേതിക വിദ്യ കൈമാറുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ വെച്ച് ഈ ഭൂരിഭാഗം വിമാനങ്ങൾ നിർമ്മിക്കുകയും മാത്രമല്ല, റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടി ഒരു പങ്കാളിയെ വരെ ഫ്രാൻസ് ഇപ്പോൾ നിലവിൽ തേടുന്നുണ്ട്. ടാറ്റ അടക്കമുള്ള കമ്പനികൾ ഇതിൽ പരിഗണനയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഈ ഒരു വിവരം ഉൾപ്പെടെ ഫ്രാൻസ് ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് വൈകുന്നേരം 3 മണിയോടെയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കൂടിക്കാഴ്ച നടത്തുക. ഇന്നലെ രാത്രിയാണ് അദ്ദേഹവും പിന്നെ ഫസ്റ്റ് ലേഡിയായിട്ടുള്ള ബ്രിജിറ്റ് മാക്രോണും മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഇന്നത്തെ പ്രധാന ചടങ്ങുകളെന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ വെച്ചിട്ട് ഇന്ത്യ ഫ്രാൻസ് ഒരു സഹകരണ കരാറുകൾ അത് ഒപ്പിടാനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റഫാൽ വിമാന കരാറാണ്. 114 വിമാനങ്ങൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിൽ നിന്ന് വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. ഇതിൽ ഭൂരിഭാഗം വിമാനങ്ങളും ഇന്ത്യയിൽ തന്നെയാകും നിർമ്മിക്കുക. മറ്റു വിമാനങ്ങൾ 18 വിമാനങ്ങളാകും പൂർണ്ണ സജ്ജമായി ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നത്. മറ്റെല്ലാ വിമാനങ്ങളും ഇന്ത്യയിൽ തന്നെയാകും നിർമ്മിക്കുക. ഇന്ത്യ ഒപ്പിടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രതിരോധ കരാർ കൂടിയാണിത്. 3.25 ലക്ഷം കോടിയുടെ കരാറാണിത്. ഇന്ത്യ ഇത്ര വലിയൊരു പ്രതിരോധ കരാർ ഇതിനു മുൻപേ ഒപ്പിട്ടിട്ടില്ല. ഇതിനു മുൻപേ എല്ലാം 55,000 കോടി അതുപോലെ തന്നെ 65,000 കോടിയുടെ റഫാൽ കരാറുകൾ ഇതിനു മുൻപേ ഫ്രാൻസുമായി ഒപ്പിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്ര വലിയൊരു തുകയുടെ കരാർ ഒപ്പിട്ട് വലിയൊരു പ്രതിരോധ ശേഷി അത് വർദ്ധിപ്പിക്കുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നോവേഷൻ 2016 അത് ഉദ്ഘാടനം ചെയ്യും രണ്ടുപേരും ഔദ്യോഗികമായി. ഇതിൽ സ്റ്റാർട്ടപ്പ് ഗവേഷണം തുടങ്ങിയിട്ടുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയാകും എന്ന് തന്നെയാണ് സൂചന. ഇന്ന് മുംബൈയിലുള്ള പ്രധാനപ്പെട്ട സന്ദർശനം മറ്റു കാര്യങ്ങളെല്ലാം ആയിരിക്കും നടക്കുക. ഇന്ന് ലോക് ഭവനിൽ വെച്ചായിരിക്കും ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 4 തവണ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മുംബൈയിലുള്ള സന്ദർശനം കൂടിയാണിത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. പിന്നീട് 2 ദിവസം AI സബ്മിറ്റിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത്. നാളെ രാവിലെ അദ്ദേഹം AI സബ്മിറ്റിൽ പങ്കെടുക്കും. അതിനുശേഷം മറ്റന്നാളായിരിക്കും അദ്ദേഹം AI സബ്മിറ്റിൽ ഔദ്യോഗികമായി സംസാരിക്കുക. അതിനുശേഷം ഫെബ്രുവരി 19 അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ഫ്രാൻസിലേക്ക് യാത്ര തിരിക്കും. നമുക്കറിയാം, ഈ മാക്രോൺ സന്ദർശനത്തിന് മുന്നോടിയായി വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളൊക്കെ നടന്നിരുന്നു അജയ്. പ്രതിരോധ മന്ത്രി കാതറിൻ വൗട്ടനും ഒപ്പം രാജ്നാഥ് സിംഗും അടക്കം കണ്ടിരുന്നു. നമുക്കറിയാം മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കർണാടകയിലെ ടാറ്റ എയർബേസ് H125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ അസംബ്ലി ലൈനിൻ്റെ വെർച്വൽ ഉദ്ഘാടനമുണ്ട്. ഇത് ഹെലികോപ്റ്റർ നിർമ്മാണത്തിന് വലിയ ചുവടുവയ്പായി മാറുന്ന ഒന്നാണ്. നേരത്തെ അജയ് പറഞ്ഞ പോലെ AI സബ്മിറ്റിൽ നിരവധി കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. സൈനിക നവീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫ്രാൻസുമായി ബന്ധപ്പെട്ടു. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ആധുനികമായ ടെക്നോളജി കൈവശമുള്ള പ്രതിരോധ രംഗത്ത് ഒരു രാജ്യം കൂടിയാണ് ഫ്രാൻസ്. അവരുമായി ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കരാറുകൾ ഒപ്പിടുന്നത് സാങ്കേതിക കൈമാറ്റം, സംയുക്ത ഉൽപ്പാദനം എന്നിവയിലൂടെ നമ്മുടെ പ്രതിരോധ വ്യവസായ രംഗത്തിനും വലിയൊരു മുതൽക്കൂട്ടാകും. കാരണം നമുക്കറിയാം, ഇപ്പോഴും നമ്മൾ അത്തരം പ്രാദേശികമായി നമ്മൾ ഒരുപാട് പ്രതിരോധ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. റഫാൽ കൂടി അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് പ്രതിരോധ വ്യവസായ രംഗത്തിൻ്റെ കുതിച്ചുചാട്ടം കൂടി സാക്ഷ്യം വഹിക്കുമെന്ന് വേണ്ട കരുതാൻ. അതെ, ഇപ്പോൾ നിലവിൽ ഈ വർഷം ഇന്ത്യക്ക് മാറ്റിവെച്ചിട്ടുള്ള പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് 7.85 ലക്ഷം കോടിയാണ്. ഇതിൻ്റെ ഏതാണ്ട് പകുതിയിലധികം തുക ഇന്ത്യ ഇപ്പോൾ നിലവിൽ മാറ്റിവെക്കുന്നത് ഫ്രാൻസിൽ നിന്ന് ഇത്തരത്തിൽ റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ത്യ ഈ വ്യോമയാന രംഗത്ത് അതിൽ എന്തുമാത്രമാണ് ഇന്ത്യ നിലവിലൊരു പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നിലവിൽ വ്യോമയാന മേഖലയിൽ ഫൈറ്റർ സ്ക്വാഡ്രണുകളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവ് നേരിടുന്നുണ്ട്. ഇപ്പോൾ 29 ഫൈറ്റർ സ്ക്വാഡ്രണുകൾ മാത്രമാണ് പൂർണ്ണ സജ്ജമായി ഇന്ത്യയുടെ കൈവശമുള്ളത്. ഇന്ത്യ തുടർച്ചയായിട്ട് ഈ അതിർത്തി മേഖലയിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ 29 ഫൈറ്റർ സ്ക്വാഡ്രണുകൾ കൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ഒരു പ്രതിരോധം അത് നേരിടുക മതിയാകില്ല. അപ്പോൾ ഇന്ത്യയുടെ അംഗീകൃതമായിട്ടുള്ള ഒരു ഫൈറ്റർ വിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്
42 അപ്പോൾ 29 മാത്രമേ ഇന്ത്യയുടെ കയ്യിലുള്ളൂ. ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് ഈ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതോടെ കരസേനയുടെ കൈവശമുള്ള വിമാനങ്ങളുടെ എണ്ണം മാത്രം 29 നിന്ന് 150 ഉയരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നാവികസേനയുടെ കൈവശമുള്ള വിമാനങ്ങൾ 26 എണ്ണമാകും. 26 എണ്ണം കഴിഞ്ഞ വർഷമാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. അത് നാവികസേനയുടെ കൈവശം പൂർണ്ണ സജ്ജമായിട്ടുണ്ട്. ഇനി 150 വിമാനങ്ങൾ കരസേനയുടെ കൈവശം കൂടി വരുന്നതോടുകൂടി ഇന്ത്യയുടെ പ്രതിരോധം, അത് ആകാശ രംഗത്തുള്ള ഇന്ത്യയുടെ പ്രതിരോധം അത് കൂടുതൽ ഒരു സുസജ്ജമാകും. ഈ റഫാൽ വിമാനങ്ങളുടെ അതിൻ്റെ ഒരു ശേഷി ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ കണ്ടതാണ്. വളരെയധികം ഇപ്പോൾ ശത്രുക്കൾക്ക് വളരെ പെട്ടെന്ന് പ്രഹരം ഏൽപ്പിക്കാൻ സാധിക്കുന്ന അവരുടെ നമ്മുടെ ശത്രുരാജ്യത്തുള്ള അല്ലെങ്കിൽ തീവ്രവാദികളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ അത് എല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ്. അപ്പോൾ ഇത്ര വലിയൊരു കരാർ അത് ഇന്ന് ഒപ്പിടുന്നതോടുകൂടി തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിൽ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു റഫാൽ കരാറിന് അത് അംഗീകാരം നൽകിയത്. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും അതുപോലെ ഇമ്മാനുവൽ മാക്രോണുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും ഈ റഫാൽ കരാർ ഒപ്പിടുന്നതാണ്. തീർച്ചയായും അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ഇസ്രായേൽ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ പാർലമെന്റിനെ മോദി അഭിസംബോധന ചെയ്യും. അടുത്ത ആഴ്ചയാണ് സന്ദർശനം. ഉഭയകക്ഷി ചർച്ചകൾക്കൊപ്പം മധ്യേഷ്യയിലെ അനിശ്ചിതത്വങ്ങളും സന്ദർശനത്തിൽ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാൻ അമേരിക്ക യുദ്ധമുണ്ടാകുമോ എന്ന ആശങ്കകൾക്കിടെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് നാവികസേനയുടെ സൈനിക അഭ്യാസം നടന്നു. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിൻ്റെ 1/5 ഈ കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. ജലപാത സംരക്ഷിക്കുന്നതിന് ഗാർഡുകളുടെ ശേഷി പരിശോധിച്ചതെന്നാണ് ഇറാന്റെ വിശദീകരണം. ഇറാനുമായി ഒരു കരാർ എളുപ്പമല്ലെന്നാണ് മാർക്കോ റൂബിയോയുടെ പ്രതികരണം. US ഇറാൻ 2ാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാനിലെ ഉന്നത നയതന്ത്രജ്ഞൻ ഇന്നലെ UN ആണവ നിരീക്ഷണ ഏജൻസിയുടെ തലവനുമായി കൂടിക്കാഴ്ചയും നടത്തി. മറ്റു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്തിരിക്കെ തമിഴ്നാട്ടിലെ DMK കോൺഗ്രസ് ബന്ധത്തിൽ കല്ലുകടി. പാർട്ടിക്കെതിരെ വിമർശനമുന്നയിച്ച കോൺഗ്രസ് ലോക്സഭാ ചീഫ് വിപ്പ് മാണിക്യം ടാഗോർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്ന നിലപാടിലാണ് DMK നേതൃത്വം. പരാമർശങ്ങളിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. വിവാദങ്ങൾക്കിടെ PCC അധ്യക്ഷൻ സെൽവ പെരുതങ്കെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി ചർച്ച നടത്തി. രാകേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാകേഷ്, TVKയുമായി കോൺഗ്രസ് അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വന്നിരുന്നു. DMKയിൽ ഭരണത്തിൽ പങ്കാളിയല്ല, നമുക്കറിയാം. നിരവധി പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മുന്നണി കാര്യങ്ങളിലുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായും അതായത് തമിഴ്നാട്ടിൽ കഴിഞ്ഞൊരു 10 വർഷമായി ഈ രണ്ടു പാർട്ടികളും തമ്മിൽ വലിയ കുഴപ്പമില്ലാത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. രണ്ടു പാർട്ടികളും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ സഖ്യമായാണ് മത്സരിക്കുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു പാർട്ടികളും സഖ്യമല്ലാതെ മത്സരിച്ചപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായി. അതിന് പല രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വീണ്ടും പരസ്യ പ്രതികരണങ്ങളിൽ വലിയ അതൃപ്തി DMK നേതൃത്വത്തിനുണ്ട്. അതിൽ തന്നെ മാണിക്കം ടാഗോർ, ലോക്സഭയിൽ ചീഫ് വിപ്പാണ് മാണിക്കം ടാഗോറിൻ്റെ പരാമർശം, ഒപ്പം തന്നെ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ ചക്രവർത്തി, ഈ രണ്ടു നേതാക്കളും DMKക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് വലിയ അതൃപ്തി നേതൃത്വത്തിനുള്ളത്. മാണിക്കം ടാഗോർ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം, അതിൽ വലിയ അതൃപ്തി ഇപ്പോൾ DMK നേതാക്കൾ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് നടപടി വേണം, നടപടിയെടുത്താൽ മാത്രമേ സീറ്റ് ചർച്ചകൾക്ക് തയ്യാറാകൂ എന്നാണ് ഇപ്പോൾ DMK അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മാണിക്കം ടാഗോർ നേരത്തെ പറഞ്ഞത് 2014 DMK വരുത്തിവെച്ച പല തെറ്റായ നടപടികളും അതിൻ്റെ പാപഭാരം കോൺഗ്രസ് കൂടി ഏൽക്കേണ്ടി വരുന്നു എന്ന പരാമർശം നടത്തി. പ്രത്യേകിച്ച് അന്ന് 2G സ്പെക്ട്രം അടക്കമുള്ള വിഷയങ്ങളിലെ അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു വിമർശനം മാണിക്കം ടാഗോറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. രണ്ടാമതായി സർക്കാരിൽ സഖ്യകക്ഷിയാക്കണം, കൂട്ടുകക്ഷി പങ്കാളിത്തം വേണമെന്നൊരു ആവശ്യം കോൺഗ്രസിന് ആഗ്രഹമുണ്ട്. അത്തരം ആവശ്യം കോൺഗ്രസ് പലപ്പോഴും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആവശ്യം
മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടുത്തിടെ തള്ളിയിരുന്നു. അതിന് പിന്നാലെ അതേ ആവശ്യം വീണ്ടും മാണിക്കൻ ടാഗോർ ഉന്നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം പരാമർശങ്ങളുടെ അതൃപ്തി DMK-ക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രവീൺ ചക്രവർത്തി ആകട്ടെ അടുത്തിടെയാണ് 5000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലെത്തുന്ന പദ്ധതി, അതായത് മാസം 1000 രൂപയാണ്, പക്ഷേ 2 മാസത്തെ അധിക തുകയും വേനൽ ആനുകൂല്യം എന്ന നിലയ്ക്കൊക്കെ തന്നെ 5000 രൂപയാണ് ആദ്യഘട്ടമായി ഇപ്പോൾ ലഭിച്ചത്. അപ്പോൾ ആ തുക വലിയ പദ്ധതിയാണെങ്കിൽ പോലും അതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്ന പരാമർശം പ്രവീൺ ചക്രവർത്തിയുടെ ഭാഗത്തുമുണ്ടായി. ഇതിലും വലിയ അതൃപ്തി ഇപ്പോൾ DMK-ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണം, എങ്കിൽ മാത്രമേ സീറ്റ് ചർച്ചയ്ക്ക് തയ്യാറാകുന്ന നിലപാട് ഇപ്പോൾ ചില നേതാക്കളെങ്കിലും തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ 2 നേതാക്കളുടെയും പരാമർശങ്ങളിൽ കോൺഗ്രസിനുള്ളിലും അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് സഖ്യമായി പോകുകയാണ്. ആ സാഹചര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ പാടില്ലായിരുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. ഏതായാലും വിവാദങ്ങൾക്കിടെ ഇപ്പോൾ PCC അധ്യക്ഷൻ ബംഗളൂരുവിൽ മല്ലികാർജ്ജുൻ ഖർഗെയുമായി ചർച്ച നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നേതാക്കൾ പരസ്യ പ്രതികരണം തയ്യാറാകരുത്, ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. DMK ആകട്ടെ ഇപ്പോൾ സംശയിക്കുന്നത് TVK-യുമായി ഒരു ചർച്ച നടത്താനുള്ള നീക്കം കോൺഗ്രസിലെ ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ DMK-ക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് DMK-യും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സീറ്റ് വിഭജന ചർച്ച നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ മാസം അവസാനം ഏതാണ്ട് 22-ാം തീയതിയാണ് ഈ ചർച്ചകളൊക്കെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കല്ലുകടി ഇപ്പോൾ സഖ്യത്തിൽ 2 പ്രധാന പാർട്ടികൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി, രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് ഇസ്ലാം മതവിശ്വാസികൾ. ഇന്ന് മാസപ്പിറവി കണ്ടാൽ മറ്റന്നാൾ സംസ്ഥാനത്ത് ആദ്യ നോമ്പാണ്. ഗൾഫ് നാടുകളിലും മാസപ്പിറവി കാണാൻ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. കടലാർ എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ കറുപ്പുസ്വാമിയുടെ ഓട്ടോ തകർത്തു. കഴിഞ്ഞ ദിവസം തലയാർ എസ്റ്റേറ്റിന് സമീപവും വിനോദസഞ്ചാരികളുടെ വാഹനവും പടയപ്പ തകർത്തിരുന്നു. കോതമംഗലത്ത് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ സാങ്കേതിക വിദ്യയുമായി കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ. താലൂക്കിലെ 5 പഞ്ചായത്തുകളിൽ ആന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികൾ പുതിയ ഉപകരണം വികസിപ്പിച്ചത്. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൻ്റെയും NSSൻ്റെയും നേതൃത്വത്തിലാണ് പുതിയ ഉപകരണം രൂപകൽപ്പന ചെയ്തത്. സെൻസറുള്ള ഉപകരണം വന്യമൃഗങ്ങളുടെ ചലനം തിരിച്ചറിഞ്ഞ് ഉടൻ അലാറം മുഴക്കുന്നു. ഇതിലൂടെ ആളുകൾക്ക് മുൻകരുതലെടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കഴിയും. ബാറ്ററിയിലും സോളാർ സംവിധാനത്തിലും ഉപകരണം പ്രവർത്തിക്കും. അതിനാൽ വൈദ്യുതി ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത് സ്ഥാപിക്കാനാകും. കുറഞ്ഞ ചെലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കാവുന്ന സംവിധാനം മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിന് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. തട്ടേക്കാട്, പുന്നേക്കാട് മേഖലകളിൽ ഉപകരണം സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ഇത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. സ്വാശ്രയ മേഖലയിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം അക്കാദമിക് രംഗത്തും മറ്റ് വിവിധ മേഖലകളിലും കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു മൗഢ ഉദാഹരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ കോതമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഉള്ള ഒരു ആലോചനയുടെ തുടർച്ചയിലാണ് കോളേജ് ഇത്തരം ഒരു ഉപകരണം, അത് കുട്ടികൾ തന്നെയാണ്, അതാണ് പ്രത്യേകം നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ തന്നെയാണ് ഈ ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്ത്. തീർച്ചയായിട്ടും ഇത് വനംവകുപ്പിന്റെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും വനംവകുപ്പ് മേധാവിയുടെയും ഒക്കെ ശ്രദ്ധയിലും ഈ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ശ്രമത്തെ സംബന്ധിച്ചും ഇതിന്റെ സാധ്യതയെ സംബന്ധിച്ചും അത് ബോധ്യപ്പെടുത്തും. വന്യമൃഗങ്ങളെ നമ്മളെ തുരത്തുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അതിരൂക്ഷമായി നമുക്ക് മൃഗങ്ങളുടെ ആക്രമണവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരു 10 മീറ്റർ തൊട്ട് 15 മീറ്റർ വരെ റേഞ്ച് വരുന്ന രീതിയിലാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് സോണാർ സെൻസിംഗ് ഉണ്ട്, ലൈറ്റ് ഡിറ്റക്ഷൻ ആണ് കൂടുതലും. അതേപോലെ തന്നെ ലൈറ്റ്, പിന്നെ ഹെവി ആയിട്ടുള്ള സൗണ്ട് പല രീതിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇതിനകത്തുള്ളത് സൗണ്ട് സെൻസിങ്ങും അതേപോലെ തന്നെ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സെൻസ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉപകരണത്തിൽ ഘടിപ്പിക്കുന്ന ക്യാമറ മൃഗങ്ങളുടെ ഫോട്ടോ സ്വയമേവ പകർത്തുകയും അത് ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് അയക്കുകയും ചെയ്യുന്ന പുതിയ രീതി രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് 18 കോതമംഗലം.
വെള്ളമെടുക്കാൻ നോക്കിയപ്പോൾ കിണറ്റിൽ മൂർഖൻ പാമ്പ്. മുതല കോഴിക്കോട്ടരി കുന്നത്തുടി ശിവശങ്കരന്റെ വീട്ട് കിണറ്റിലാണ് സംഭവം. ഒടുവിൽ ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് എത്തി സാഹസികമായാണ് പാമ്പ്. തലപ്പൊക്ക മത്സരവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ കർശന നിയന്ത്രണം. 4 ആനകൾക്ക് 5 ദിവസത്തേക്ക് എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്നതിന് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തി. ചട്ടങ്ങൾ ലംഘിച്ച് മത്സരം നടത്തിയതിനെ തുടർന്നാണ് നടപടി. ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ചിറക്കൽ കാളിദാസൻ, ഊക്കൻസ് കുഞ്ചു, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ എന്നീ കൊമ്പന്മാർക്കാണ് വിലക്ക്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ തലപ്പൊക്ക മത്സരം നടത്തുന്നതിനിടെയാണ് ആന പാപ്പാനെ ആക്രമിച്ചത്. ആനകളുടെ തലപ്പൊക്ക മത്സരം നടക്കുന്നതിനിടെ ആണ് ഈ സംഭവം ഉണ്ടായത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആനകൾക്ക് അമിത സമ്മർദ്ദം നൽകുന്ന രീതിയിൽ നിയമവിരുദ്ധമായി മത്സരം സംഘടിപ്പിച്ചതായി കണ്ടെത്തിയത്. രാവിലെയുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് നമുക്കൊന്ന് പോകാം. തിരുവനന്തപുരം ആരനാട് വിനോബ നികേതനിൽ മനോജിന്റെയും അർച്ചനയുടെയും മകൻ ആഘോഷിന്റെ 4ാം പിറന്നാളാണ് ഇന്ന്. കുടുംബവും ബന്ധുക്കളും ആശംസകൾ നേരുന്നു. ആഘോഷ് മനോജിന് എല്ലാ ആശംസകളും ന്യൂസ് 18 നേരുന്നു. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി ജീന ജയരാജിന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. LLB വിദ്യാർത്ഥിനിയാണ് ജീന. ജീനയുടെ സുഹൃത്തുക്കളാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.